ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുറേ അധികം ഞാവൽപ്പഴങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു അടിപൊളി സ്നാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാവൽപ്പഴം കൊണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഉന്തുവണ്ടിക്കാരൻ കൊണ്ടുപോയതാണ് കേട്ടോ. ഈ ഞാവൽപ്പഴങ്ങൾ കണ്ടപ്പോൾ തന്നെ മേടിച്ചു. പക്ഷേ എൻ്റെ മോളിങ്ങനെ കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്നാക്സ് ഇതുകൊണ്ട് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാനുണ്ടാക്കിയ സ്നാക്സ് എന്താണെന്ന് കാണണ്ടേ? അത് കാണാനായിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഈ ഞാവൽപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം വേർതിരിച്ചിട്ട് എടുക്കാം കേട്ടോ. വേണ്ടോ, ഇതിൻ്റെ 4 വശത്തു നിന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് അരിഞ്ഞിടാം കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ ഞാവൽപ്പഴങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാം. ഈ സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേ ഞാവൽപ്പഴം ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. ഒരു ഹാഫ് ഭാഗം എടുത്തിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് വല്ല ജ്യൂസോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് കുടിക്കാമല്ലോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നല്ല ജ്യൂസ് പരുവത്തിൽ നമുക്കിത് അടിച്ചെടുക്കാം. അതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതേ ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം നന്നായിട്ട് അരിച്ചെടുത്ത ജ്യൂസാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി നമുക്കിതൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. കണ്ടോ, ഇത് സ്പൂണിലൊക്കെ ആകെ പിടിച്ചിട്ടുണ്ട്. സാരില്ല, ഇത് ഇളക്കി കൊടുക്കുമ്പോൾ അത് സ്പൂണിലൊക്കെ മെൽറ്റായിട്ട് പോയിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുമിച്ച് ഒഴിക്കരുത്, ചിലപ്പോൾ അത് പതഞ്ഞ് അങ്ങോട്ട് മുകളിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കുഴപ്പമില്ല, അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് ഇതിൽ അലിഞ്ഞു ചേർന്നോളൂ കേട്ടോ. ഞാവൽപ്പഴം കുറേ അധികം കയ്യിൽ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ കുട്ടി ഇങ്ങനെ കഴിക്കൂല. ഇനിയിപ്പോൾ ഞാൻ അത് എന്താ ചെയ്യാന്ന് ഓർത്തപ്പോൾ മനസ്സിൽ വന്നൊരു ഐഡിയ കേട്ടോ ഇത്. എല്ലാം കൊണ്ട് നമ്മളിങ്ങനെ സ്നാക്സും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാവൽപ്പഴം എടുത്താൽ ജ്യൂസ് മാത്രമല്ലേ അടിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഐറ്റം ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാർക്കായിട്ട് കാണാനായിട്ടൊരു വീഡിയോ പോലെ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഇനി ഇത് നന്നായിട്ട് എല്ലാം മെൽറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പോളം കോൺഫ്ലോർ കലക്കിയതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലോറിന് 1/4 കപ്പോളം വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി 1/2 കപ്പോളം ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഫ്ലെയിം സിമ്മിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതാകെ കട്ട കെട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കോൺഫ്ലോർ കലക്കി ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഒരു ഇതിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ അവസരത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ആവശ്യമുള്ള ഒരു ഏലക്കായപ്പൊടി എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തടവി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിൽ തടവി എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടാറിയ ശേഷം നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കുക കേട്ടോ. ചൂടാറിയ ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം നമുക്കിത് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് തണുപ്പും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഈ ഞാവൽപ്പഴം വെച്ചിട്ടുള്ള ഹൽവ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല രുചിയുണ്ട് ഇതിന്. നല്ല എന്താ പറയുക, തണുപ്പും കൂടി ആവുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഹൽവയ്ക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാവൽപ്പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും ജ്യൂസ് മാത്രമല്ലേ അടിക്കാറുള്ളൂ. അപ്പോൾ ഈ ഹൽവ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഒരു പണ്ടൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പുളിമിഠായി ഉണ്ടായിരുന്നില്ലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എത്ര വേണമെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ. നിർത്താനേ പറ്റത്തില്ല, അത്രയും രുചിയുണ്ട് കേട്ടോ ഇതിന്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഇത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അത്രയും നല്ല രുചിയുണ്ട് ഈ ഹൽവയ്ക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായി വീണ്ടും കാണാം. ബൈ.